ബ്രേക്ക്. ഇവിടെ നമസ്കാരം. ത്യാഗരാജ സ്വാമികളുടെ സംഗീത രചനകൾ നോക്കിയാൽ ഇന്ന് നമുക്ക് ഒരുപാട് പഞ്ചരത്ന കൃതികൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രസിദ്ധമായിട്ടത് ഘനരാഗ പഞ്ചരത്നം എന്നറിയപ്പെടുന്ന ആ 5 കൃതികൾ, അതുപോലെ കോവൂർ പഞ്ചരത്നം, അതുപോലെ ലാൽഗുഡി പഞ്ചരത്നമുണ്ട്, അതുപോലെ ശ്രീരംഗ പഞ്ചരത്നം. ഇങ്ങനെ ഓരോരോ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള കീർത്തനങ്ങളെല്ലാം ക്രോഡീകരിച്ചിട്ട് പഞ്ചരത്നം എന്നുള്ള പേരിൽ അങ്ങനെയുള്ള ഒരുപാട് സമൂഹ കൃതികൾ നമുക്കിന്ന് കേൾക്കാനുണ്ട്. പക്ഷേ പഴയ കാലത്ത്, അതായത് ത്യാഗരാജ സ്വാമികളുടെ കാലത്ത് ഒരിക്കലും അദ്ദേഹം ഇങ്ങനെയുള്ള ഈ ഒരു സമൂഹമായിട്ട് 5 കൃതികൾ ഒന്നിച്ച് എന്നുള്ള ഒരു സങ്കല്പപ്രകാരം രചിച്ചതല്ല അതൊന്നും തന്നെ. ഘനരാഗ പഞ്ചരത്നം പോലും പഴയ കാലങ്ങളിൽ ഒറ്റയ്ക്ക് പാടിയിരുന്നെന്നും പിന്നീടാണ് സമൂഹമായിട്ടത് ആലപിച്ചു വരുന്നതെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്രീരംഗ പഞ്ചരത്നം എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന ആ ക്ഷേത്രകൃതികളിൽ 2 എണ്ണം ഇന്ന് സൂത്രയത്തിൽ. പന്തളം എന്ന ഒരു പത്തനംതിട്ട ജില്ലയിലെ ആ ഒരു സ്ഥലത്ത് കർണാടക സംഗീതത്തെ ഒരുപാട് പ്രചരിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് സംഗീത വിദ്യാർത്ഥികളെ ശിക്ഷണം ചെയ്ത് ഒരുക്കിയിരുന്ന ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു, വെൺമണി സുകുമാരൻ എന്ന പേരിലുള്ള ഒരു സംഗീതജ്ഞൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ശ്രീ പ്രദീപ്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ശ്രീ ചേർത്തല KN രംഗനാഥ ശർമ്മ അവരുടെ അടുത്ത് കൂടുതലായിട്ട് സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് വയലിൻ ശ്രീ കടനാട് ഹരിദാസ് അവർകൾ, മൃദംഗം ശ്രീ പന്തളം ജയപ്രകാശ് അവർകൾ, ഘടം ശ്രീ മാവേലിക്കര ഹരികുമാർ അവർകൾ, മോർസിംഗ് ശ്രീ മാവേലിക്കര മനോജ് അവർകൾ. ദേവഗാന്ധാരം അല്ലെങ്കിൽ ദേവഗാന്ധാരി എന്നറിയപ്പെടുന്ന ഒരു മഹത്തായിട്ടുള്ള രാഗമുണ്ട് കന്നഡ സംഗീതത്തിൽ. ഒരുപക്ഷേ എന്നല്ല, തീർച്ചയായിട്ടും ആ ഒരു രാഗത്തിൻ്റെ ഭാവം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ത്യാഗരാജ സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള ക്ഷീരസാഗരശാന എന്ന ആ ഒരു ബൃഹത്തായിട്ടുള്ള കൃതിയിലൂടെ. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കീർത്തനമാണ് ദേവഗാന്ധാരാഗത്തിൽ തന്നെയുള്ള വിനരാധന എന്ന് തുടങ്ങുന്ന കീർത്തനം. വിനരാധന മനവി വിനരാധന